السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവവും അതിമഹത്തായതും അതീവ പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവൻ്റെ വഹ്ദാനിയത്തിനെ മനസ്സിലാക്കി അറിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അസ്ലു ദഅവത്തുൽ അംബിയ വസബ്ദത്തു റിസാലത്തുൽ അംബിയ, അംബിയാക്കളുടെ ദഅവത്തിൻ്റെ അടിത്തറ, അംബിയാക്കളുടെ ദൗത്യത്തിൻ്റെ കാമ്പ്, അത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു എന്നതാണ്. ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ആ ഒരൊറ്റ വാചകത്തിൻ്റെ ഗൗരവത്തിലാണ്. ഇവയെല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിൻ്റെ പരമമായ ലക്ഷ്യവും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹങ്ങളോട് സംസാരിച്ച വിഷയങ്ങളിലെ പ്രഥമ ഗണനീയമായ വിഷയം, പ്രഥമവും പ്രധാനവുമായ വിഷയവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതായി നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകന്മാർ ദൗത്യനിർവഹണവുമായി കടന്നു വന്ന കാലഘട്ടങ്ങൾ മനുഷ്യർ വിവിധങ്ങളായ സാംസ്കാരിക ശൂന്യതയിലും അധാർമിക പ്രവർത്തനങ്ങളിലും മുഴുകിയിരുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന്മാർ വന്നാൽ ആദ്യം സംസാരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. കാരണം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സുകൾക്കും മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെ സ്വഭാവത്തിനും മനുഷ്യൻ്റെ സംസ്കാരത്തിനുമെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തമായ ഹൃദയത്തിലേക്കുള്ള സന്നിവേശത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തെ ഗൗരവതരമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഥമവും പ്രധാനവുമായി നമ്മൾ ലോകത്തോട് പറയുന്നതും അതുതന്നെയാണ്. ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യവും അതാണല്ലോ. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം
അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പങ്കുചേർത്തുകൊണ്ട് ഈ ശരിയായ ധാരയിൽ നിന്ന്, ഈ ഋജുവായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും തെറ്റിപ്പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവരെല്ലാവരും തെറ്റിപ്പോകുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുമ്പോഴാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് മറ്റു പലർക്കുമായി വീതിക്കുമ്പോഴാണ് ശിർക്കെന്ന മഹാപാതകം കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഭൂമികയുണ്ട്. അവിടെ ഒരുപക്ഷെ ഞാൻ എൻ്റെ ചിന്തയിൽ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തും പഠിച്ചിടത്തും ഇവരുടെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതൊരൊറ്റപ്പെട്ട വർത്തമാനമല്ല. നമ്മളെല്ലാവരും അത്ഭുതത്തോടെ കേട്ടൊരു പാട്ടായിരുന്നു, മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് നീ ചൊല്ല്, അതെ അതെ മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിയണേ. അത് കേട്ടപ്പോൾ മുവഹിദുകളായ ആളുകൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു, എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്. അതിനുശേഷം അയാൾ വീണ്ടും പാട്ടുപാടി, മുദബ്ബിറുൽ ആലമുമായി ബന്ധപ്പെട്ട പാട്ടുപാടി. കേരളത്തിൽ ഒരു സമ്മിശ്ര വികാരമുണ്ടായി. കേരളത്തിലെ ഔദ്യോഗിക സമസ്ത എന്ന് പറയപ്പെടുന്ന വിഭാഗം അതിനോട് കാ മാ എന്ന് മുണ്ടിയിട്ടില്ല. ശരിയാണോ തെറ്റിയാണോ എന്നൊന്നും സമസ്ത പറഞ്ഞതായി ഞാൻ കേട്ടില്ല. AP സമസ്തയിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനെ വിമർശിക്കുന്നത് കണ്ട്, പക്ഷെ അത് വിമർശിക്കേണ്ടതുണ്ടോ എന്നത് വേറെ ചർച്ചയാണ്. എന്നാൽ മറ്റു ചില ആളുകളെല്ലാം അത് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാൽ എന്താണ് തെറ്റ്, അല്ലാഹ് കൊടുത്താൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന ആശയം പറഞ്ഞു. പക്ഷെ എൻ്റെ സംശയം, ഞാൻ ചിന്തിച്ചതും ഞാൻ മനസ്സിലാക്കിയതും, ഒരിക്കലും ഇത് അബദ്ധത്തിലോ ഏതെങ്കിലും ആരോടെങ്കിലും വാശി തീർക്കാനോ പറഞ്ഞതേ അല്ല. ഇത് ഓരോ കണ്ണികളായി പറഞ്ഞ് ഇവർക്കുള്ള യഥാർത്ഥ വിശ്വാസമുണ്ട്. കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു തൗഹീദുണ്ട്. ആ തൗഹീദ് നമ്മൾ പറയുന്ന തൗഹീദ് അല്ല. ആ തൗഹീദ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞതും പ്രവാചകന്മാർ പഠിപ്പിച്ചതും, അഥവാ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദാണല്ലോ നമ്മൾ ജനങ്ങളോട് പറയുന്നത്. ആ തൗഹീദല്ല അവർ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും ആ തൗഹീദല്ല. മറിച്ച് അവരുടെ തൗഹീദിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കേരളത്തിൽ അവതരിപ്പിച്ചത് മുഹീദ്ദീൻ ശൈഖിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അത് ചെയ്തത് കോഴിക്കോട്ട് കാളിയാരായിരുന്ന നമ്മളെ കാളി മുഹമ്മദ് എന്ന് പറയപ്പെടുന്നയാൾ മുഹീദ്ദീൻ മാലയിലൂടെയാണ് അത് കേരളത്തിന് പരിചയപ്പെടുത്തിയത്. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു സംഗതി കേരളത്തിൽ ഇല്ല എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാര വശങ്ങളെല്ലാം കേവലം ഒരു മനുഷ്യന് തീരെഴുതി കൊടുക്കുകയും അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട് മുഹീദ്ദീൻ മാലയുടെ രചനയോടുകൂടി കേരളത്തിൽ ഒരു പുതിയ തൗഹീദിന് തുടക്കം കുറിച്ചിരുന്നു അന്നത്തെ സമസ്തയുടെ ആളുകൾ. എന്ന് പറഞ്ഞാൽ അന്ന് സമസ്തയില്ല. സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യമനി പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന പല ഷീഈ ടച്ചുള്ള, ഷീഈ ബാന്ധവമുള്ള ആളുകളുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന സൂഫിയത്തിൻ്റെ പുതിയ ആശയമായ ഫനാഇൻ്റെയും അതുപോലെ തന്നെ സമ്പൂർണമായ ലയനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ആശയത്തിലൂടെയാണ് കേരളത്തിൽ ഈ ആശയം നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന മാലകൾ, മൗലൂദുകളെല്ലാം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോയവരാണ്. ഇനി കേരളത്തിൽ ഒരു പണ്ഡിതൻ മരിച്ചു പോകുന്നതിന് മുമ്പ് അയാൾ അടയാളപ്പെടുത്തി വെച്ച ചില പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ അയാൾ തുറന്നെഴുതിയൊരു വർത്തമാനമുണ്ട്.
ഒരുപക്ഷെ പടച്ചോനിന്ന വരികൾ ഉൾപ്പെടുന്ന പാട്ട് കേട്ടപ്പോൾ ഉണ്ടായ ബേജാറിലാണ് കേരളത്തിലെ ആളുകളെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ആശയം മലയാളത്തിൽ എഴുതി വച്ചുകൊണ്ട് കേരളത്തിലെ സമസ്തയുടെ സാഹിത്യത്തിൻ്റെ തറവാടിൻ്റെ കാവൽക്കാരനായി വിരാജിച്ചിരുന്ന ഒരു മുസ്ലിയാർ അത് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാനതിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കണില്ല. കാരണം ഇതിനൊരു പ്രത്യേകമായ വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് ഇതുവരെയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതിന്. കാരണം അടിത്തറയായി പഠിപ്പിക്കപ്പെട്ട ഒരാശയത്തിലേക്ക് പതുക്കെ ജനമനസ്സുകളെ മാറ്റി കൊണ്ടുവന്ന് അങ്ങനെ പൂർണ്ണമായും ഇതിലേക്ക് എത്തിക്കുക എന്ന വലിയ തന്ത്രം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയും. കേരളക്കരയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നുകൊണ്ടാണ് കേരളത്തിലെ സമസ്തക്കാരെ മുശ്രിക്കുകളായി ചിത്രീകരിച്ചത് എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ മുജാഹിദുകൾ അവരുടെ ചിന്തയിൽ നിന്ന് അവരുടെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചെടുത്തതല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് വളരെ തൊട്ടു മുമ്പ് മരണപ്പെട്ടു പോയ പ്രഗത്ഭനായൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില ഉദ്ധരണികൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ഫശ്ശിർകു ഫിൽ ഇലാഹിയ്യ വൽ ഇബാദ ഹുവൽ ഗാലിബു അലാ അഹ്ലിൽ ഇശ്റാഖ്. അല്ലാഹുവിൻ്റെ ഇബാദത്തിൽ പങ്കുചേർക്കുക, ആരാധ്യതയിൽ പങ്കുചേർക്കുക എന്നതാണ് ശിർക്കിൻ്റെ മുഴുവൻ ആളുകളും എത്തിപ്പെട്ട ദുരന്തം. വഹുവ ശിർകു ഉബ്ബാദിൽ അസ്നാം വഉബ്ബാദിൽ മലായിക വഉബ്ബാദിൽ ജിന്നി വഉബ്ബാദിൽ മശായിഖി വസ്വാലിഹീൻ അൽഅഹ്യാഇ വൽ അംബാത് الذين قالوا إنما نعبدهم ليقربونا إلى الله زلفى ويشفعوا لنا عنده وينالنا بسبب قربهم من الله وكرامته لهم قرب وكرامة. അദ്ദേഹം പറയാണ്, ഈ ശിർക്കായിരുന്നു അള്ളാഹുവിൻ്റെ ആരാധ്യതയിലുള്ള ഉലൂഹിയത്തിലുള്ള ശിർക്കായിരുന്നു ബിംബാരാധകരുടെ ശിർക്ക്. മലക്കുകളെ ആരാധിച്ചിരുന്നവരുടെ ശിർക്ക്, ജിന്നുകളെ ആരാധിക്കുന്നവരുടെ ശിർക്ക്, മശായിഖുമാരും സ്വാലിഹീങ്ങളുമായി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഇത്തരം ആളുകളെ ആരാധിക്കുന്നവരുടെ ശിർക്ക്. പക്ഷെ അവർക്കെല്ലാവർക്കും പറയാനൊരു ന്യായം ഉണ്ടായിരുന്നു. ഇന്നമാ നഅ്ബുദുഹും ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ വയശ്ഫഉ ലനാ ഇൻദല്ലാഹ്. ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് ശുപാർശകരായി വരാനാണ്. വയനാലുനാ ബിസബബി ഖുർബിഹിം മിനല്ലാഹി വകറാമത്തിഹി ലഹും ഖുർബുൻ വകറാമ. ഞങ്ങൾക്ക് ഇവരുടെ സാമീപ്യം കാരണമായി അല്ലാഹുവിൽ നിന്നുള്ള കറാമത്ത്, അതേ വയനാലുനാ ബിസബബി ഖുർബിഹിം മിനല്ലാഹി വകറാമത്തിഹി ലഹും ഖുർബുൻ വകറാമ, ഇവരോടുള്ള ഞങ്ങളുടെ ബഹുമാനം, ഞങ്ങളുടെ അടുപ്പം, ഞങ്ങളുടെ സാമീപ്യം, അതുമൂലം അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരടുപ്പമുണ്ടാകും. ഇതായിരുന്നു ലോകത്ത് കടന്നുപോയ മുഴുവൻ ശിർക്ക് വെക്കുന്ന ആളുകളും ന്യായമായി പറഞ്ഞിരുന്നത് എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഈ ആശയത്തെ അംഗീകരിച്ചോ? ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം, നാലാലൊരു വേദഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒന്ന് ഇത് അംഗീകരിച്ചോ? അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വൽ കുതുബുൽ ഇലാഹിയ കുല്ലുഹാ മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ തുബ്തിലു ഹാദൽ മദ്ഹബ് വതറുദ്ദുഹു വതുഖബ്ബിഹു അഹ്ലഹു. അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി വന്ന എല്ലാ വേദഗ്രന്ഥങ്ങളും, എല്ലാ പ്രവാചകന്മാർക്ക് വന്ന വേദഗ്രന്ഥങ്ങളും ഈ ആശയധാരയെ തട്ടിത്തെറിപ്പിക്കുന്നതാണ്. ഇത് മിഥ്യാധാരണയാണെന്ന് പഠിപ്പിക്കുകയാണ്, അതിൻ്റെ ആളുകളെ ആക്ഷേപിക്കുകയാണ്.
അവർ അല്ലാഹുവിൻ്റെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്, എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വജമീഉർ റസൂലി സ്വലവാത്തുല്ലാഹി അലൈഹിം മുത്തഫിഖൂന അലാ ദാലിക മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം. ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ മുഴുവനും, പ്രവാചകന്മാരുടെ തുടക്കക്കാരനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി മുതൽ ഇങ്ങോട്ട് വന്നാൽ സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന മുഴുവൻ പ്രവാചകന്മാരും ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതാണ്, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. മാത്രമല്ല വമാ അഹ്ലകല്ലാഹു തആല മൻ അഹ്ലക മിനൽ ഉമമി ഇല്ലാ ബിസബബി ഹാദാ ശിർകി വമൻ അജലിഹി. ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തെ അള്ളാഹു ഉന്മൂലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ ചെയ്ത ശിർക്കായിരുന്നോ, അവർ ചെയ്ത ഈ അബദ്ധമായിരുന്നോ, ഈ അക്രമമായിരുന്നോ എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ്, അദ്ദേഹമാണ് അത് രേഖപ്പെടുത്തുന്നത്. ഞാൻ ഇത് ആമുഖമായി വായിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് കടന്നു വന്ന എല്ലാവരും, നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ മാത്രമല്ല, എല്ലാവരും ന്യായം പറഞ്ഞത് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവിടം മുതൽ തുടങ്ങിയ ന്യായം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഇന്നും നമ്മൾ കേൾക്കുന്നു. മുസ്ലിയാക്കന്മാരൊക്കെ അതിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അജണ്ടയും കുബുദ്ധിയും അറിയാത്ത പാവങ്ങൾ വരെ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അവരെ ഇടയാളന്മാരാക്കുകയാണ് എന്നാണ്. ഇടയാളന്മാരാക്കി സംസാരിക്കുകയാണ് ഞങ്ങൾ. ആരൊക്കെയാണ് ആ ഇടയാളന്മാർ? അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ സ്ഥാനവും മഹത്വവും ഉള്ളവരല്ലേ എന്നാണ് അവർ ന്യായം പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇടയാള സങ്കല്പം തന്നെ ദീനില്ല. ഇത്തരമൊരു വാദഗതി എല്ലാ കാലഘട്ടത്തിലും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഈ തൗഹീദ് അല്ലെങ്കിൽ അവർ പറയുന്ന ഈ ന്യായം അത് വെറുമൊരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സമസ്തക്കാർക്ക് തള്ളിപ്പറയാൻ കഴിയാത്ത പ്രഗത്ഭനായൊരു പണ്ഡിതനുണ്ട്. തള്ളിപ്പറയാൻ കഴിയില്ല അവർക്ക് എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ പുസ്തകം എഴുതിയപ്പോൾ അതിൽ അവർക്ക് അവരുടെ തെളിവായി ഉദ്ധരിച്ച ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ കരീം ഇബ്നു ഇബ്രാഹിം അൽ ജിയലി. അബ്ദുൽ കരീം അൽ ജിയലി എന്നറിയപ്പെടുന്നയാൾ. ഇദ്ദേഹത്തിൻ്റെ ധാരാളം കിതാബുകളിൽ ഒന്നാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകം. അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ അതിന് അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട, അതിന് കേരളത്തിലെ ഒരു മുസ്ലിയാർ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് സമ്പൂർണ്ണ മനുഷ്യനെന്നാണ്. ആത്മരഹസ്യങ്ങൾ എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ മലയാള പ്രസിദ്ധീകരണമാണിത്. ഇത് വിവർത്തനം ചെയ്തത് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു സംഗതിക്ക് വേണ്ടി മണ്ണൊരുക്കുകയായിരുന്നു ഇത്രയും കാലം കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാർ. അവർ ഉദ്ദേശിച്ചിരുന്ന തൗഹീദ് ഇവിടെ സ്ഥാപിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയിൽ പൊതുസമൂഹത്തെ തങ്ങളുടെ കയ്യിൽ നിർത്താൻ ആവശ്യമായ മിനുക്കുപണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഈ കഴിഞ്ഞ പ്രാവശ്യം രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അത് പറഞ്ഞ കുറേ സംഗതികൾ അങ്ങോട്ട് പോയത്, ഇത് പറഞ്ഞു വെക്കൽ നിർബന്ധമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ നബിദിനവും
ഓണവും ഒരുമിച്ചാണ് വന്നത്, അല്ലേ? ഏകദേശം ഒരേ സന്ദർഭങ്ങളിലാണ് നബിദിനവും ഓണവും വന്നത്. അതിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക്, അഥവാ സമസ്തയുടെ അംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു മനസ്സിങ്ങനെ വന്നിട്ടുണ്ട്. അതെന്താ? ആ മനസ്സ് കുറേ കാലങ്ങളായി രൂപപ്പെട്ടു വന്ന മനസ്സാണ്. ആ മനസ്സിൻ്റെ പ്രത്യേകത, അല്ലാഹു അല്ലാത്ത ആരോട് എന്ത് ചോദിച്ചാലും അതൊക്കെ ശിർക്കായി വരണമെങ്കിൽ അവരൊക്കെ അല്ലാഹു ആണ് എന്ന വിശ്വാസം വേണം. ഐമറക് ശരിയല്ലേ? ഇതല്ലേ വിശ്വാസം? അല്ലാഹു ആണെന്ന് വിശ്വസിക്കണം. എന്നാൽ അല്ലാഹു എന്ന് പറയാൻ അർഹതയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ലോകത്തുണ്ടോ? പറഞ്ഞൂട്. ഉണ്ടോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് അർഹതയില്ലാത്തൊരാളെ വിളിച്ചാൽ എങ്ങനെയാണ് അത് അല്ലാഹുവിലുള്ള പങ്കാകില്ല? അത് പങ്കാകൂല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരുമാവില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനൊരൊറ്റ വാചകം, വല്ലാതെ വിശദീകരിച്ചു പോകാനുള്ള സമയങ്ങളൊന്നും നമുക്കില്ലല്ലോ. ഇവിടെ കാണാം, അതായത് അബ്ദുൽ കരീം അൽ ജിയലി അദ്ദേഹം എഴുതി വെച്ചൊരു വാചകം ഞാൻ പറയാൻ. ഇവിടെ ആരെ ആരാധിച്ചാലും നോക്കൂ, ഞാനല്ലാതെ വേറൊരു ഇലാഹുമില്ല തന്നെ എന്നാണല്ലോ. അതായത് ആരാധിക്കാവുന്ന ഇലാഹി എന്ന പദവി എനിക്കല്ലാതെ മറ്റു യാതൊന്നിനുമില്ല തന്നെ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ കേട്ടോ? അതിനാൽ വിഗ്രഹങ്ങളിലോ പ്രപഞ്ചഗോളങ്ങളിലോ പ്രകൃതിയിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളിലോ നിങ്ങൾ പൂജകൾ അർപ്പിക്കുന്നുവെങ്കിൽ അത് ഏതു മതക്കാരനാവട്ടെ, ഏതു പ്രമാണമനുസരിച്ചാവട്ടെ, ആർക്കാവട്ടെ, എന്തിനാവട്ടെ, സർവത്ര ആരാധനകളും പൂജകളുമെല്ലാം സാക്ഷാൽ ഇലാഹായ എനിക്കു മാത്രമായി ഭവിക്കുന്നു. ഇതാണ് ആ സൂക്തത്തിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ ഏത് ആൾ എന്ത് ആരാധിച്ചാലും അതൊന്നും ശിർക്കാവില്ല, അതൊന്നും ഇസ്ലാമിലെ വൃത്തത്തുനിന്ന് പുറത്തു പോകില്ല. ഇത് എഴുതി വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്കില്ലാന്ന്, ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ പറയട്ടെ. ഇൻസാനുൽ കാമിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന കിതാബല്ല. അബ്ദുൽ കരീം അൽ ജിയലി ഞങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാലങ്ങളായി ഈ ആശയം നട്ടുപിടിപ്പിക്കാനാണ് കേരളത്തിൽ നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, CM മടവൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അത് പാവം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയില്ല. രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിനെ നേരിടാൻ മൂപ്പർക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. CM മടവൂർ മായാത്ത മുദ്രകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ 92ാമത്തെ പേജിൽ അദ്ദേഹം തൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലുന്ന ഒരു ഘട്ടം പറയുന്നുണ്ട്. എന്താണ് തലാക്ക് ചൊല്ലാനുള്ള കാരണം? ഒരാൾ തൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലണമെങ്കിൽ ശർഈയായ കാരണങ്ങൾ ഉണ്ടാവണ്ടേ? വേണമല്ലോ. ഒന്നെങ്കിൽ അയാൾക്ക് ആ ഭാര്യയെ സംതൃപ്തപ്പെടുത്താൻ കഴിയാത്ത ശാരീരികമായി പരാജയമുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും? തൻ്റെ ഭാര്യയെ ഒഴിവാക്കി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ മടവൂർ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യന്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലാൻ പറ്റുന്ന യാതൊരു കാരണങ്ങളും ഇല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആമിന താത്ത, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി, പള്ളി പരിസരത്തേക്ക് വന്നു. കാരണം ഇദ്ദേഹം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഭാര്യയോടുള്ള കടമ നിർവഹിക്കുന്നില്ല, കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്നില്ല. കുറേ ദിവസങ്ങളായപ്പോൾ വിളിച്ചു. പെങ്ങൾ വന്നിട്ട് പറഞ്ഞു, അവിടെ ദിക്റൗറാദിൽ ഇരിക്കുന്ന ശൈഖുനയെ നീട്ടി വിളിച്ചു പറഞ്ഞു, അല്ല ബോക്കറെ, പള്ളിയിൽ മാത്രം കുത്തിയിരുന്ന് വീടുമായൊന്നും ബന്ധപ്പെടാതെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? എൻ്റെ കെട്ടിയോൾക്ക് എണ്ണയും സോപ്പും വാങ്ങിക്കൊടുക്കണമെന്ന് ചിന്ത നിനക്കുണ്ടോ? ഇതൊക്കെയാണോ നീ പഠിച്ചതും പഠിപ്പിക്കുന്നതും? മൂത്തത്തക്കെന്ത് CM? 36 ശരിക്കങ്ങോട്ട് ചോദിച്ചു, ഇതാണോ ഇജ്ജ് പഠിച്ചത്?
ഇതാണ് ഈ പഠിപ്പിക്കണത് എന്ന് ചോദിച്ചത് CM ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മൂപ്പര് വേറൊരു ലോകത്തായിരുന്നാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഭൃത്യനെ, തൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചു. പേനയും കടലാസും കൊണ്ടുവാ. സംഭവിച്ചതൊന്നും എന്തിനാണെന്നറിയാതെ വേഗം പേനയും കടലാസും എടുത്ത് എന്താണ് എഴുതാൻ പറയുകയെന്ന ആകാംക്ഷയോടെ വിറക്കുന്ന കരങ്ങളോടെ അവർ റെഡിയായി നിന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, എഴുതൂ. പെരിയട്ടച്ചാലിൽ അബൂബക്കർ ഹാജിക്ക് ചിറ്റടി മീത്തൽ മുഹമ്മദ് അബൂബക്കർ, നിങ്ങളുടെ മകൾ സൈനബയെ ഞാൻ തലാക്ക് ചൊല്ലി പിരിച്ചിരിക്കുന്നു. വീരസ്വഭാവത്തോടെ അദ്ദേഹം CMന്റെ മുഖത്തേക്ക് നോക്കി. എഴുതിയില്ല. അല്പം ഗൗരവത്തിൽ അവിടെ നിന്ന് കൽപ്പിച്ചു, എഴുതൂ. ഗുരുവിൻ്റെ ശാസനയ്ക്ക് വഴങ്ങി അവർ എഴുതി തുടങ്ങി. അങ്ങനെ 1 2 എന്ന് എഴുതി നിർത്തിയപ്പോൾ 3 ചൊല്ലി എന്നുകൂടി എഴുതാൻ പറഞ്ഞു. ആ വിനീത സേവകൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. നിങ്ങൾ നോക്കൂ, സ്വന്തം ഭാര്യയെ തലാക്ക് ചൊല്ലാൻ ശരഈയായ ഒരു കാരണവും പറയാനില്ല. പക്ഷേ എന്താണ് ആ പ്രശ്നം എന്നറിയോ? തൻ്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുത്ത് തൻ്റെ ഭാര്യയെ തൻ്റെ കൂടെ നിർത്തുവാനുള്ള മാനസികമായ സന്നദ്ധതയില്ലാത്തതിൻ്റെ പേരിൽ, അതെ, ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ ഒരാവശ്യവുമില്ലാതെ 3 തലാക്കും ചൊല്ലി പിരിച്ചു എന്ന് പറയുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഞങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയെ അവൾക്ക് വേണ്ടത് കൊടുത്ത് കൂടെ സംതൃപ്തമായി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണോ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അത് വേറെ വിഷയമാണ്. അതുമലൊന്നും അല്ല ചർച്ച കിടക്കുന്നത്. ഇവിടെ വിഷയം അതൊന്നുമല്ല. വിഷയം വേറൊരു അജണ്ടയുടെ കൃത്യമായ നടപ്പിൽ വരുത്തലാണ്. അതാണ് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിൽ ഒരാൾ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ അല്ല തന്നെയാണ് ഇതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അൽ ജിയലി പറഞ്ഞത്, ആരെ ആരാധിച്ചാലും എന്ത് വരൂല, അത് ശിർക്കാകില്ല. എന്തുകൊണ്ട്? അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഒരമ്പലത്തിൽ പോയി പൂജ നടത്തുന്ന ഒരാൾ ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ക്രൈസ്തവ ചർച്ചിൽ പോയി നടത്തുന്ന ഇബാദത്ത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹുവിനെ അല്ലാതെ ഒരാൾക്കും ഇബാദത്ത് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമസ്തക്കാരൻ പറയുന്ന തൗഹീദ് പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദല്ല, അമ്പിയാക്കൾക്ക് പരിചയമുള്ള തൗഹീദല്ല, മുഴുവൻ ആളുകളും പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമാണ് നമ്മുടെ കേരളത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടുന്ന് അഥവാ മുഹിയുദ്ദീൻ മാലയിൽ നിന്ന് തുടങ്ങിയതാണ്. മുഹിയുദ്ദീൻ മാലയിൽ നിന്ന് തുടങ്ങിയ വാചകം, അതിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഇവരെഴുതി വിട്ടൊരു വാചകമുണ്ട്. ആ വാചകത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് തന്നെയാണ് എൻ്റെയും കൽപ്പന. അള്ളാഹുവിൻ്റെത് എന്താണോ അത് തന്നെയാണ് ഞാനും പറയാം. എന്നോടേകൾ ഇറയവൻ തൻ്റെകൾ അകന്ന് ഞാൻ ചൊൽകിൽ ആകും മാതെന്നോവർ. കുൻ ഫയക്കൂൻ, കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഫയക്കൂൻ അതുണ്ടാകും. അതിപ്പോൾ ആ ചക്കൻ കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നത് അല്ലേ? ആ ചക്കൻ പാട്ട് പാടിയപ്പോൾ കുൻ ഫയക്കൂൻ തന്നെ പറഞ്ഞു. പക്ഷേ ഇത് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ മാലയിൽ ശൈഖ് അവറുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആകന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഞാൻ ചൊന്നാൽ അതാകും എന്ന് തന്നെ വ്യക്തമായി എഴുതി വെച്ചു. പോരാ, എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ എനിക്കട്ടോ. മറുകരയില്ല കടൽ ഞാനെന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ. ഞാൻ എന്ന് പറയപ്പെടുന്ന ഈ എന്നെ അതിൻ്റെ അറ്റം കണ്ടയാളില്ല. അതായത് മറുകരയില്ല കടൽ ഞാനെന്നോവർ, ഞാനെന്ന ബഹറിനെ അതിൻ്റെ അപ്പുറം കണ്ട ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകില്ല. കാരണം മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ. മനുഷ്യന്മാർക്കാർക്കും എന്നെ അറിയാൻ കഴിയൂല.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട, എന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞാൻ ആരാ? ഏയ്, അങ്ങനെ ഒരു പ്രയോഗമുള്ള ആരെക്കുറിച്ചാണ്? നമുക്ക് കാണാം, തഫക്കറു ഫീ ഖൽഖില്ലാ വലാ തഫക്കറു ഫീ ദാത്തില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച് ചിന്തിക്കണ്ട, അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങളുടെ ചിന്തക്കത് വഴിയില്ല, നിങ്ങളുടെ ബുദ്ധിയിലേക്കത് വരില്ല. കാരണം അത് പ്രാപിക്കാൻ കഴിയാത്തതാണ്. അതേ ആശയം 400 കൊല്ലം മുമ്പ് കേരളത്തിൽ കോഴിക്കോട് നിറങ്ങിയ ഖാദി മുഹമ്മദ് എഴുതിയ മുഹിയുദ്ദീൻ മാലയിൽ കുത്തി നിറച്ചു വെച്ചിട്ട് ഒരാളും ഇന്ന് വരെ ചിന്തിച്ചില്ല. പേരോട് പറയണമെങ്കിൽ ആദ്യം പറയേണ്ടത് മുഹിയുദ്ദീൻ മാലക്കെതിരല്ലേ, ഈ ചെക്കനെതിരെയാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ചെക്കനെതിരല്ലല്ലോ പറയേണ്ടത്. അതേ വിഷയം മാത്രമല്ല, ഇനിയും ഒരുപാട് ധാരാളം വരികളുണ്ട്. നമുക്ക് സമയം വളരെ കുറവാണല്ലോ, അത് നിങ്ങൾ പെട്ടെന്ന് പറയേണ്ടി വരുന്നതാണ്. പിന്നെ എന്താ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും തദ്ബീറാത്ത് മുഴുവനും മൂപ്പരുടെ കയ്യിലാണെന്നല്ലേ പറഞ്ഞത്. ചത്ത ജഗത്തീനെ ജീവനീടിച്ചോവർ ചാകും കിളശത്തെ നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ. കുറെ കാലം മുമ്പ് നമ്മളിത് കേൾക്കുന്നുണ്ടല്ലേ. എന്നാൽ അതിൻ്റെ അടിത്തറ എന്തായിരുന്നു? എന്താണ് അതിൻ്റെ അടിത്തറ? അത് അള്ളാഹുവിൻ്റെ സിഫത്തങ്ങട്ട് വെച്ചു കൊടുത്തതാ. ഈ പറഞ്ഞ ആൾ ആരാന്നറിയോ? ഇത് കേവലം ഒരു വലിയല്ല, അല്ല തന്നെയാണ്. ഇത് പടച്ചോനല്ലെങ്കിൽ പിന്നെ ആരടോ പടച്ചോനാകുന്നതെന്നാണ് ചോദിച്ചത്. അല്ല, അതുക്കും മേലെയാണെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒറ്റ വാചകം മാത്രം ഞാൻ പറയാം, വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാണ്ട്, അതുകൊണ്ട് ഒറ്റ വാചകം മാത്രം പറയാം. ലൗഹുൽ മഹ്ഫൂദിൻ്റെ സംരക്ഷണം ആരെ കയ്യിലാണ്? ആരെ കയ്യിലാണ്? ആരെ കയ്യിലാണ്? ആരെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല, ആർക്കും തൊടാനും കഴിയില്ല, ആർക്കും തിരുത്താൻ കഴിയില്ല. കാരണം അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ, അതിൻ്റെ എല്ലാം സംരക്ഷണം അള്ളാഹുവിൻ്റെ അടുത്താണ്. എന്നാ മുഹിയുദ്ദീൻ ഷേഖ് എന്താ കാട്ടിയത്? സമസ്തക്കാരവിടുന്ന് പഠിപ്പിച്ചതല്ലേ, പാടിയതല്ലേ. എന്താ ചെയ്തത്? ഒരാൾക്ക് കുട്ടിയില്ല, ഇല്ലല്ലോ, കുട്ടിയില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിനോട് മൂപ്പര് ലൗഹുൽ മഹ്ഫൂദ് ഡയറക്റ്റ് നോക്കി സംസാരിക്കുന്ന ആളാണെന്ന് അവർ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയെ കൊടുത്തേക്ക് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ലൗഹിൽ അവർക്ക് കുട്ടിയില്ല എന്നാണ് ഞാൻ നേരത്തെ രേഖപ്പെടുത്തി വെച്ചത്. എന്ന് പറഞ്ഞാൽ ലൈസ ലഹാ വലദുൻ, അവർക്ക് ലൗഹിൽ പിള്ളയൊന്നുമില്ല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് കൊടുക്കാൻ പറ്റൂലല്ലോ. എന്നാ മൂപ്പര് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. എന്തു ചെയ്യും? ആ സംഘർഷഭരിതമായ അവസ്ഥയിൽ അള്ളാഹു നിൽക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ആരുണ്ടാക്കി? ശൈഖ് അവറുകൾ തന്നെ തൻ്റെ തലപ്പാവെടുത്ത് ആകാശത്തേക്ക് ഒരൊറ്റയേർ. ആ തലപ്പാവിൻ്റെ അറ്റം നേരെ പോകുന്നത് ലൗഹുൽ മഹ്ഫൂദിലേക്ക്. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ലൈസ ലഹാ വലദുൻ എന്നതിൻ്റെ മുമ്പിലെ ലൈസ് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് തലപ്പാവ് അങ്ങോട്ട് വന്ന് പഠിച്ചവനോട് പറഞ്ഞു, ഇനി ഒന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിക്കാണി. അപ്പം നോക്കി, അപ്പം എന്താ ഉള്ളത്? ലഹാ വലദ് എന്നാ കൊടുത്താളാ. മനസ്സിലല്ലേ? എന്താണിത്? അല്ല പോലും എന്നല്ല വിളിച്ചോവർ, ഏറ്റവും മഹത്തായ സഹായമേ എന്ന് അള്ളന്നെ വിളിച്ച ആളാണ് എന്ന്. പഠിച്ചോനൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോഴൊക്കെ ഇവയാള് പഠിച്ചോൻ അല്ലെങ്കിൽ പിന്നെ ആരാടോ പഠിച്ചോൻ? ഇതല്ലേ കേരളത്തിൽ ഇപ്പം പടവൂരിനെ കുറിച്ച് പറയുന്നത്? ഇത് 400 കൊല്ലം മുമ്പ് മുഹിയുദ്ദീൻ ഷേഖിനെ കുറിച്ച് നിങ്ങൾ മുഹിയുദ്ദീൻ മാലയിൽ എഴുതി വെച്ചില്ലേ? ഇതെൻ്റെ എല്ലാ നിയന്ത്രണം അല്ലേ? എന്ത് നമ്മൾ പറഞ്ഞില്ലേ, ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ പറഞ്ഞില്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാം എൻ്റെ കയ്യിൽ, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിരയുള്ളോവർ, എല്ലാത്തിൻ്റെയും നിയന്ത്രണം നമ്മളെ കയ്യിലാണ്. ഇതന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പറഞ്ഞ് ഇനി ഒന്നും പറയാൻ പറ്റൂല. ഇതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള
ഒരു ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഫാസിസ്റ്റുകളടക്കൊക്കെ പറയാറ്, നിങ്ങൾ കേട്ടില്ലേ, സെലഫി മുസ്ലിം അല്ല വേണ്ടത്, സൂഫി മുസ്ലിമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ആകണമെങ്കിൽ നിങ്ങളൊരു ദേശീയ മുസ്ലിം ആയിക്കോളി എന്ന് കേട്ടിട്ടില്ലേ? അത് ഈ സാധനമാണ്. ഈ സാധനം ഇങ്ങനെ ആയാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് കന്യാസ്ത്രീ മഠത്തിൽ പോകാം, കുഴപ്പമില്ല. ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോകാം, കുഴപ്പമില്ല. ഗുരുദ്വാരയിൽ പോകാം, കുഴപ്പമില്ല. ഏത് ആളുകളുടെ മുന്നിലും പോകാം. ആൾ ദൈവങ്ങളായി ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. എന്തു വന്നാലും കുഴപ്പമില്ല. കാരണം എന്താ? ഇവരെല്ലാം അള്ളാഹുവിൻ്റെ ദർപ്പണങ്ങളാണ്. അതുകൊണ്ട് അവരെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അള്ളയാണ്, അള്ളാഹുവിൻ്റെ ദർപ്പണങ്ങളാണ്. അതിൻ്റെ മുന്നിൽ ഞാൻ ഓച്ചാനിച്ചു നിന്നാൽ അതെൻ്റെ റബ്ബിനുള്ള ഇബാദത്താണ്. അത് വേറൊരാൾക്ക് ഇബാദത്ത് യോജിക്കില്ലല്ലോ. അതുകൊണ്ട് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. ഇതാണ് ഈ മുസ്ലിയാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ കരുതിയാലേ ശിർക്ക് വരൂ, ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേരളത്തിൽ ഇവർ നട്ടുപിടിപ്പിച്ചു കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തൗഹീദ് അതാണോ? ആണോ? ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരൊറ്റ സംഭവം പറയാം. ഞാൻ പറയാം, വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും കൂടിയതാ നടന്നു വരികയാണ്. ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും നടന്നു വരുമ്പോൾ കൂടെയതാ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില സ്വഹാബികളെ കൂട്ടത്തിലുണ്ട്. അവർ നടന്നു വരുന്നത് ദാത്തു അൻവാത്ത് എന്ന് വിളിക്കുന്ന ഒരു മരത്തിൻ്റെ അടുത്തുകൂടെയാണ്. ദാത്ത് അൻവാത്ത്, ആ മരത്തിൻ്റെ പ്രത്യേകത, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവർ ബറക്കത്തിനു വേണ്ടി, അതേ അനുഗ്രഹത്തിനു വേണ്ടി, തങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി, യുദ്ധം വിജയിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ബറക്കത്തെടുക്കാൻ മരത്തിൽ ഇങ്ങനെ വാള് തൂക്കിയിടാറുണ്ട്. അതിൻ്റെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹോദര പ്രവാചകൻ്റെ അനുയായികൾ, അവിടുത്തെ സ്വഹാബികൾ ചിലർ പറയാണ്, ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്. ഏ നബിയേ, അവർക്ക് ദാത്ത് അൻവാത്ത് എന്ന മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിങ്ങളൊന്ന് ഏർപ്പാടാക്കി തരുമോ നബിയേ? നിങ്ങൾ ഏർപ്പാടാക്കി തരണം. അവർക്കുള്ള പോലെ മതി, അവർക്കുള്ള മരം. പക്ഷെ ആ മരം വേണ്ട കേട്ടോ, അത് ശിർക്കിൻ്റെ മരം, ഞങ്ങൾക്കത് വേണ്ട. നിങ്ങളൊരു മരം നിശ്ചയിച്ചു തരണം നബിയേ, ഞങ്ങൾക്ക് വാള് തൂക്കിയിട്ട് ബറക്കത്തെടുക്കാനാണ്. ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന വർത്തമാനം, സുബ്ഹാനല്ലാഹ്, എന്തൊരാശ്ചര്യമാണ്, എന്തൊരാശ്ചര്യമാണ്. ഇത് ബനൂ ഇസ്രായേലുകൾ മൂസ നബിയോട് പറഞ്ഞതുപോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. അവർക്ക് ആരാധ്യന്മാരുള്ള പോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു കൊണ്ടുവാ മൂസ എന്ന് മൂസ നബിയോട് പറഞ്ഞതിന് തുല്യമാണ് ഈ ജനങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എത്ര ഗൗരവമുണ്ടെന്ന് ആലോചിച്ചു. ഇവർ ഈ പറഞ്ഞ ദീനൊന്നും ഇസ്ലാമല്ല, ഇവർ പറഞ്ഞത് തൗഹീദുമല്ല, ഇവർ പഠിപ്പിച്ച ആശയം തൗഹീദല്ല. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന് ഇവർ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ പറയട്ടെ, ലോകത്താരെത്ര മൂത്താലും ശരി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല, അതിൻ്റെ ഒരു ചെറംശം പോലും അവർക്കാർക്കും ഉണ്ടാവില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞതാണ് ഖുർആൻ. ഖണ്ഡിതമായി പറഞ്ഞതാണ് ഖുർആൻ. ഖണ്ഡിതമായി പറഞ്ഞതാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഖുർആൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഓരോ ഘടകങ്ങളെയും വിശദീകരിക്കുകയാണ്. അവിടെ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് മനുഷ്യനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു നിർമ്മിച്ചു വച്ചു. ഇവിടെ അല്ലാഹു ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു അവകാശവാദം ഉന്നയിക്കുകയാണ്. അതെല്ലാം നാം ചെയ്തതാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒന്ന് വേറൊരാൾ തരേണ്ടതുണ്ടോ? ഉണ്ടോ? ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് വേറൊരാൾ തന്നെന്ന് പറയാനുണ്ടോന്ന്? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഒരു ചങ്ങായി ഉണ്ട്, ആ ചങ്ങായിക്ക് അന്തല്ല. ഓൻ എന്തൊക്കെയാ പറയണമെന്ന് ഓൻ തന്നെ അറിയില്ല. ഓൻ പറയണ ഓക്സിജൻ വരെ തരുന്നത് CM മടവൂരാണെന്ന്. ഓക്സിജൻ നമ്മളിങ്ങനെ ശ്വസിക്കുന്ന നമ്മുടെ ജീവവായു എന്ന് പറയുന്നത് തരുന്നത് മൂപ്പരാണ് എന്നാണ്. അപ്പൊ ഈ ചങ്ങായി ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ വലിച്ചു കയറ്റിയ സാധനം ആരാ കൊടുത്ത്? അങ്ങനെ ഉണ്ടല്ലോ ഒരു ചോദ്യം. CM മടവൂര് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നല്ലോ. ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ മൂപ്പര് വലിച്ചു കയറ്റിയ ഓക്സിജൻ ആര് കൊടുത്തതാ? മൂപ്പര് തന്നെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാണ്ട് ആദ്യം മൂപ്പര് വലിച്ച് വെളിച്ചൂട് കുട്ടികളെന്ന് പറയല. എന്താണ് ഈ പറയണത്? എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ അതാ ഒരൊറ്റ ചോദ്യം. അല്ലാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യരെ തിന്നുന്ന ഭക്ഷണത്തിലേക്കൊന്ന് ചിന്തിക്ക്. CM മടവൂരാണ് നിർമ്മിച്ചതെന്ന് പറയുന്ന മഹാവിഡ്ഢികളുടെ മുന്നിൽ CM മടവൂരാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഔലിയാവുകളാണ് അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന മഹാവിഡ്ഢികളുടെ മുന്നിൽ പറഞ്ഞുകൊടുക്കൂ. ചിന്തിക്കടോ, ആലോചിക്കടോ. നിങ്ങൾ തിന്നുന്ന ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബാ ثم شققنا الأرض شقا. ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം നാം ഇറക്കുകയാണ്. അതേ ഭൂമിയെ ഒരു യുക്തമായ പിളർത്തൽ നാം പിളർത്തുകയാണ്. فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. മനുഷ്യരെ, നിങ്ങൾ തിന്നുന്ന ധാന്യങ്ങൾ മുഴുവനും, ധാന്യങ്ങളുടെ എല്ലാ വകുപ്പുകളും, പഴവർഗ്ഗങ്ങളുടെ എല്ലാ വകുപ്പുകളും, പച്ചക്കറികളുടെ എല്ലാ വകുപ്പുകളും, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് കണ്ണിന് നയനാനന്ദകരമായി കണ്ണിന് ആനന്ദം നൽകുന്ന ഇടതൂറുന്ന മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾ ചേർന്ന കൊടുങ്കാടുകളുണ്ടല്ലോ, അതെല്ലാം മാത്രമോ നിങ്ങളുടെ കന്നുകാലികൾക്ക് തിന്നാനുള്ള മേച്ചിൽ പുല്ലുകളുണ്ടല്ലോ, അതെല്ലാം നാം ഉൽപ്പാദിപ്പിച്ചതാണ് എന്നല്ല പറയുകയാണ്. ഒരു ചെറിയ ചോദ്യം, അല്ല നിങ്ങൾ തിന്നുന്ന പച്ചക്കറിയിൽ ഏതെങ്കിലും ഒന്ന് CM മടവൂരുണ്ടാക്കിയത് കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് പറയും, ഉണ്ടോന്ന് ഒരെണ്ണത്തിൻ്റെ പേര് പറയും. നിങ്ങൾ ചോദിച്ചു നോക്കി. നമുക്ക് വേണ്ടി തിന്നാൻ വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം നിയന്ത്രിക്കണ മൂപ്പരാണല്ലോ. ഏതെങ്കിലും ഒരു പച്ചക്കറി മൂപ്പര ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന്? പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ഓക്സിജനൊക്കെ തള്ളി മറിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരെയും. അപ്പോൾ ഒരു ചോദ്യമാണ്, ഒരു പച്ചക്കറിയുടെ ഏതെങ്കിലും ഒന്ന്, ഒരില ഉണ്ടോ? വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ കന്നുകാലികൾക്ക് തിന്നാനുള്ള പുല്ലുകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ഉണ്ടോ? അല്ല പറയുന്നു ഞാനാണ്, ഇവന്മാർ പറയുന്നു ഇതാണ്.
നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ തൗഹീദിനെ പൊളിക്കലാണ് നമ്മുടെ പണി. അതിനെ പൊളിച്ചെറിയണം. ഇതാണ് നമ്മളുടെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയതിനെ ജനങ്ങളെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും കേരളത്തിൽ അങ്കലാപ്പിലാണ്, ബേജാറിലാണ്, ഇത് കേട്ടിട്ട് അത്ഭുതത്തിലാണ്. എന്താണ് ഈ കേൾക്കുന്നത്? ചില ആളുകൾ ചോദിച്ചു, അങ്ങനെയൊക്കെ പറയണ്ടോന്ന് ചോദിച്ചു. കാരണം പലർക്കും ഇത് അറിയില്ലേ. കാരണം ഈ സോഷ്യൽ മീഡിയ കുത്തിയിരുന്ന് ഇങ്ങനെ തോണ്ടണോ എനിക്കല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത പാവങ്ങൾക്ക് ഇതറിയില്ലോ. അങ്ങനെ പറയണ്ട, അങ്ങനൊന്നും പറയൂല. അല്ലതാ കേട്ടോളി, ഇത് കേട്ടോ നോക്ക്. സുബ്ഹാനല്ലാഹ്, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? അതെ, അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഇത് അല്ലാഹ് പഠിപ്പിച്ച വിശ്വാസത്തിനെതിരാണ്, ആശയത്തിനെതിരാണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇതേപോലെ ചില ചോദ്യങ്ങളുണ്ട്. ഖുർആനിൽ കുറേ സംഗതികൾ ഇങ്ങനെയുണ്ട്. ഇവിടെ ഇത്തരം ആളുകളുടെ നടുവൊടിക്കുകയാണ് അള്ളാഹു. 36-ാം അധ്യായം സൂറ യാസീൻ, അതിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്തുണ്ട്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار فكل في فلك يسبحون. ഇത് അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പനയാണ്, റബ്ബിൻ്റെ പ്രഖ്യാപനമാണ്. അവൻ നിർമ്മിച്ചു വെച്ച വസ്തുക്കളുടെ സഞ്ചാരത്തിൻ്റെ മേഖലയെ അവൻ വിശദീകരിക്കുകയാണ്. അതേ, സൂര്യനുണ്ടല്ലോ, ആ സൂര്യന് നാം നിശ്ചയിച്ച പ്രകൃതിയുണ്ട്, നാം നിശ്ചയിച്ച റൂട്ടുണ്ട്. ചന്ദ്രനുണ്ടല്ലോ, അതിനും നാം നിശ്ചയിച്ച പ്രകൃതിയുണ്ട്. അങ്ങനെയെല്ലാം നമ്മളുടെ തഖ്ദീറാണ്, നമ്മളുടെ നിർണയമാണ്, നമ്മളുടെ തീരുമാനമാണ്, നമ്മളുടെ അമ്രാണ്. അവിടെ അതിനെ അടുക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. സൂര്യനെ പ്രാപിക്കാൻ, സൂര്യനെ നിയന്ത്രിക്കാൻ ഇല്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നോക്കിയാൽ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ആശയത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇവർ ഈ ജനങ്ങളെ കൊണ്ടുപോകുന്ന ശുദ്ധ മതനിരാസം, ശരിക്കു പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ പുച്ഛിക്കുന്ന, അള്ളാഹുവിനെ തന്നെ ആക്ഷേപിക്കുന്ന, അതിനൊക്കെ ഒരു വർത്താനം എന്നറിയാം. അല്ല കൊടുത്തല്ലേ എന്നാണ്. അല്ല കൊടുത്താൽ കിട്ടൂലേ? എന്താ നിങ്ങളീ പറയണത്? അല്ല കൊടുത്താൽ കിട്ടൂലേ? എന്താണ് മനുഷ്യന്മാര്? അല്ല കൊടുത്താൽ കിട്ടൂലേ എന്നാ ചോദിക്കണത്. ആ കിട്ടുമല്ലോ എന്നാ പറയാം. ഇല്ല കിട്ടൂല എന്നാ നമ്മൾ പറയണം. എന്താ അല്ല കൊടുക്കൂല എന്നാ അല്ലേ പറഞ്ഞേ? അല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, എൻ്റെ വിശേഷനാണത്, എൻ്റെ വിശേഷനാണത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം അത് മറ്റേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? അത് അല്ല കൊടുത്താൽ പറ്റൂല എന്ന് ഒന്നാവും മതി. മനസ്സിലായോ? അതിനാണ് ഈ ശിർക്ക് എന്ന് പറയണത്. അത് നിങ്ങൾ കൊടുത്തു എന്ന് പറയാ പ്രമാണമല്ല, അത് കൊടുക്കാൻ കഴിയില്ല, കൊടുക്കൂല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ വിശേഷണം ഒരിക്കലും ഒരു മനുഷ്യനക്ക് ചേരൂല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ വിശേഷണം അതൊരിക്കലും സൃഷ്ടി അല്ലാത്തത് കൊണ്ട് തന്നെ സൃഷ്ടാവിൽ അന്തർലീനമായ ഒന്ന് സൃഷ്ടിക്ക് വഹിക്കുക സാധ്യമല്ല. ഇത് ബേസിക് പാഠല്ലേ? അല്ലേ? ഇവിടെയാണ് പലപ്പോഴും ആളുകൾ അബദ്ധത്തിൽ ചാടുന്നൊരു സംഗതി. അതെന്താണെന്നറിയോ? ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അല്ല കൊടുത്ത കഴിവല്ലേ? അല്ലേ? എന്താണ് നിങ്ങളിങ്ങനെ അനക്കമില്ലാതിരിക്കണ്? അല്ലേ? എല്ലാവരും പറയാന്ന, ഞാൻ പറയാം അല്ലാന്ന്. അല്ല, എങ്ങനെ കൊടുക്കാൻ കഴിയാം? മുഅ്ജിസത്ത് കൊടുക്കാൻ കഴിയോ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ അർത്ഥം? അശക്തമാക്കുന്നത് എന്നാണ്. എല്ലാത്തിനെയും അശക്തമാക്കുന്നതാണ് എന്ത്? മുഅ്ജിസത്ത് ഖുദ്റത്തുള്ളയാണ്, അള്ളാന്റെ കഴിവാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എങ്ങനെയാണ്? ഖുദ്റത്ത് ഇലാഹി, ഖുദ്റത്ത് ബശരിയിൽ ഉണ്ടാകുമോ?
വഹിക്കാൻ കഴിയോ എന്തെങ്കിലും പറയണേ? അപ്പം എന്താ അർത്ഥമുള്ളൂ? മുഅ്ജിസത്ത് അവരിലൂടെ പ്രകടമാകുന്നു എന്ന് മാത്രം. അവർക്ക് കൊടുത്തതല്ല, കൊടുക്കാൻ കഴിയില്ല. നമ്മളൊക്കെ പറയുന്നതാണ് അത് ഈ ചങ്ങായിമാരുണ്ടാക്കിയ ഫിത്നയാണത്. എന്ത് മഹാന്മാർക്ക് അല്ലാഹ് കൊടുത്ത കഴിവല്ലേ മുഅ്ജിസത്ത് എന്ന്? അല്ലടോ, കൊടുക്കാൻ പറ്റൂല എന്നത്. അത് ഖുദ്റത്ത് ഇലാഹിയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ. അല്ലാഹുവിൻ്റെ ഖുർആൻ, വമാ റമൈത, നീ എറിഞ്ഞില്ല, ഇത് റമൈത, നീ എറിഞ്ഞപ്പോൾ, വലാകിന്ന അല്ലാഹ റമാ, എങ്കിലും അല്ലാഹുവാണ് എറിഞ്ഞത്. എന്ന് മനസ്സിലായി? നീ എറിഞ്ഞില്ല, നീ എറിഞ്ഞു, അള്ളയാണ് എറിഞ്ഞത്. അത് പഠിപ്പിക്കേണ്ട സമയം വേറെയാണ്, ഇപ്പം പഠിപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം വാക്കിൻ്റെ പ്രത്യേകത. നബിതങ്ങൾ കുറച്ച് മണ്ണ് വാരി എറിഞ്ഞു. പക്ഷെ അല്ല പറഞ്ഞു എറിഞ്ഞില്ല. അതിൻ്റെ എറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എറിയുക എന്നതിൻ്റെ മൻഫഅത്ത്, റമ്യൻ്റെ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ അത് കൊള്ളുന്ന ആൾക്ക് അതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നാണ്. ഒരു മാവുമേലൊരുത്തം 10 കല്ലെറിഞ്ഞ് എന്തിനാ? മൻഫഅത്ത് പറയൂ, എന്തിനാ? എറിയലില്ലല്ലേ മാവില്? മാങ്ങാണ് മൻഫഅത്ത് അല്ലേ? 10 ഏറെറിഞ്ഞു. ആ 10 ഏറെറിഞ്ഞപ്പോൾ 9 ഏറും കൊണ്ടില്ല, ഒരേറ് കൊണ്ടു. ഇപ്പൊ ഏതാ ഏറ്? ഇപ്പൊ ഏതാ ഏറായിട്ട് പരിഗണിക്കാം? 10ാമത്തത്. ബാക്കിയൊക്കെ ഏറായി പരിഗണിക്കൂല. എൻ്റെ ഏറുണ്ടല്ലോ, ഒരു 1.5 ഏറാട്ടോ എന്ന് പറയാം. അപ്പം ബാക്കി 9 അതൊക്കെ എന്ത് ഏറ്? അത് ഏറല്ല. ഏറുണ്ടാവണമെങ്കിൽ, ആ ഏറാവണമെങ്കിൽ അതിൻ്റെ മൻഫഅത്ത് ഉണ്ടാവണം. ഇവിടെ നബിതങ്ങൾ മണ്ണെറിഞ്ഞപ്പോൾ ആ മണ്ണെറിഞ്ഞാൽ അതിൻ്റെ മൻഫഅത്ത് ലഭിക്കില്ല. ആ മൻഫഅത്ത് വേണമോ? അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് അതിലേക്ക് വരണം. അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണിലേക്ക് ആ മണ്ണെത്തുക എന്നതാണ് ഈ റമ്യൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നടന്നത് പ്രവാചകൻ്റെ ഏറുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഇപ്പം കണ്ടോ? അതാണ് ശരിക്കും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ. അവരുടെ കയ്യിൽ അവരിലൂടെ പ്രകടമാകുന്ന അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്നാണ്. അവർക്ക് കൊടുത്തതല്ല. കൊടുത്തതാണെങ്കിൽ എൻ്റെ കൈ ഇളക്കാൻ എനിക്ക് കഴിവ് കിട്ടിയിട്ടില്ലേ? കിട്ടിക്കണ? എൻ്റെ കൈ ഇളക്കാൻ എനിക്ക് കഴിവ് കിട്ടിയതല്ലേ? അല്ല തന്നതല്ലേ? എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെ അലക്കാതിരിക്കാം. പറ്റൂലേ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. മുഅ്ജിസത്ത് എനിക്ക് കിട്ടിയ സംഗതിയാണെങ്കിൽ എനിക്കെൻ്റെ ഇഷ്ടത്തിന് അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിച്ചൂടെ? പറ്റുമോ? ഇല്ലേ? പറ്റണം. എന്നാ പറ്റിക്കണോ? ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജൈശ ബിൽ മദദി. 2 കൈവിരൽക്കിടയിലൂടെ വെള്ളം പുറപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആയിരക്കണക്കിന് ആളുകൾ കുടിച്ചു, ഒളുവെടുത്തു, സന്തോഷിച്ചു. ഇത് മുഅ്ജിസത്തല്ലേ? അല്ലേ? അത് നബിക്ക് കിട്ടിയ കഴിവല്ലേ? അങ്ങനെ പറയും, കിട്ടിയ കഴിവല്ലേ? ആണ്. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും അത് ഓണായോ? എന്താ ഓണാകാഞ്ഞത്? ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര പ്രാവശ്യം ആവശ്യം വന്നോ? എന്താ വിരൽ നീട്ടാഞ്ഞത്? അത് കോമൺ സെൻസ്. റസൂലുള്ളാഹി കണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആൻ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരായത്തും ഒരാൾക്ക്, ഒരു പ്രവാചകനും കൊണ്ടുവരാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരമല്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലൂടെ അല്ലാതെ അതൊന്നും കൊണ്ടുവരിക സാധ്യമല്ല. ഇത് വളരെ സിമ്പിളാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ ഈ കൊടുത്ത കഴിവ് എന്ന വാദം തന്നെ നേരത്തെ പറഞ്ഞ സംഗതി കൊണ്ടുവരാൻ ഇവരുണ്ടാക്കിയ ഉഡായിപ്പായിരുന്നു. അത് തകർത്തെറിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത നിരന്തരമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്
നമ്മുടെ പ്രത്യേകത. അതിൽ ചെറുത് വന്നാൽ പോലും നമ്മൾ ഇടപെടും. ചെറുതാണെങ്കിൽ ഇടപെടും, നമ്മൾ വലുതാണെങ്കിൽ ഇടപെടും. എന്തുകൊണ്ടാ? ചെറുതാണെങ്കിലും നബി തങ്ങൾ ഇടപെട്ടു, വലുതായപ്പോഴും നബി തങ്ങൾ ഇടപെട്ടു. മാഷാ അല്ലാ വശീത എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ആളോട് അങ്ങനെ പറയരുത്. അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ച റബ്ബിൽ നീ എന്നെ സമനാക്കിയോ? ചോദ്യമാണ്. അത് ഗൗരവമാണ്. ആ ചെറിയ വാക്ക് പോലും പറയരുത്, സൂക്ഷിക്കണം. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ ദഈ ഹാദിഹി, പറയരുത് മോളെ. കൃത്യമായി ഇടപെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിനെതിരായി വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഏതിനെയും കൃത്യമായി ഇടപെടും മുജാഹിദ് പ്രസ്ഥാനം. അതിൻ്റെ പ്രത്യേകതയാണ്. അവിടെയാണ് തൗഹീദിൻ്റെ എല്ലാ മേഖലകളിലൂടെയും മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ കണിശമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എല്ലാ സന്ദർഭത്തിലും പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ശിർക്ക് വരും എന്നുറപ്പുള്ളതൊന്നിനെയും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയൊരു പിളർപ്പുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയുന്ന സംഗതിയാണത്. പക്ഷേ എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇല്ല, വാദല്ല എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആളുകൾക്കിടയിൽ നമ്മൾ ദേവത്തിലാണ്, അവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, മറ്റേ TV കണ്ടില്ലേ, ഈ റേഡിയോ കണ്ടില്ലേ എന്നിങ്ങനെ ഇങ്ങനെ പോയിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു സംഗതി വന്നു വീണത്. അത് വീണതോടുകൂടി ഇപ്പം മനസ്സിലായി, അല്ല, വാദം ഇവിടെ ഉണ്ട്, നമ്മൾ മൂടി വെച്ചതായിരുന്നു. ആ വാദം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് പഠിപ്പിച്ച ആശയത്തിൽ തൗഹീദിന് വിരുദ്ധമായി വരും എന്നുറപ്പുള്ളതെല്ലാം പടിക്ക് പുറത്തു നിർത്തണം എന്നായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. അത് ജിന്നുകളോട് ചോദിച്ചാലും മലക്കുകളോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ശുദ്ധമായ തൗഹീദിന് വിരുദ്ധമാണ്. അത് പൂർണ്ണമായും അതപ്പുറത്തായിരിക്കും. ശിർക്കിൻ്റെ വചനങ്ങളാണ്, സൂക്ഷിക്കണമെന്ന് വളരെ ശക്തമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചത്. എന്തായിരുന്നു വിഷയം? എന്തിനായിരുന്നു ഇത്? ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തിനായിരുന്നു റബ്ബേ ഇത്? ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു ഈ ഒരൊറ്റ വർത്തമാനത്തിൻ്റെ പ്രത്യേകത? ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കായതും ആകാത്തതുമുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അള്ളാഹുവിനോട് ചോദിക്കുന്നതാണെങ്കിൽ ശിർക്ക്, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ശിർക്ക്, അല്ലെങ്കിൽ ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. ശിർക്കാണെന്ന് പറയാൻ പറ്റൂ. എന്താ തൗഹീദാണെന്ന് പറയും? തൗഹീദാണെന്നും പറയാൻ പറ്റൂല. പിന്നെന്താ? അത് രണ്ടിനും ഇടയ്ക്കൊരു സാധനമുണ്ട്, അതാണത്. രണ്ടിനെയും ഇടയ്ക്കൊരു സാധനമാണത്. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്? അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണമില്ല. പിന്നെന്താ പറയാൻ പറ്റാത്തത്? അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയും അതിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥയും തമ്മിലുള്ള വേർതിരിവ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയൊരു സംഗതി പോലും അള്ളാഹുവിൻ്റെ റസൂൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. അതീവ ഗൗരവം അതിനുണ്ടായിരുന്നു. കാരണം ഈ വാക്ക് ചെറിയ വാക്കല്ല, അതുകൊണ്ടെത്തിക്കുക മഹാദുരന്തത്തിലാണ്. ഇന്ന് നിങ്ങൾക്കറിയോ, ഇന്ന് ഈ വർത്തമാനം പറഞ്ഞ് ഇപ്പം ചില ആളുകൾ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. ഞാനത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അതിൽ ചോദിക്കുന്നുണ്ട്, എടാ പൊട്ട, എടാ കഴുതേ, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാകാത്ത കാര്യം വേറെ ആരോട് ചോദിച്ചാൽ എങ്ങനെയാടാ ശിർക്കാകുക? നഊദു ബില്ലാഹ്. ഒരാൾ ചോദിക്കുകയാണ് ഒരാളോട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താണ് ഈ കേൾക്കുന്നത്? ഇത്രയും ഗൗരവതരമായി പഠിപ്പിക്കപ്പെട്ടൊരു വിഷയം, ഒരു ചെറിയ വിഷയമാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചത്. അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇപ്പോഴത്തെ നിൽക്കുന്ന തലം വല്ലാതെ അപകടകരമായൊരവസ്ഥയിലാണ്. അതിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയെത്തിച്ചു. അതിലേക്ക് ഈ സമൂഹം എടുത്തെറിയപ്പെട്ടു. അവിടെയെല്ലാം ഇവരുടെയൊക്കെ മനസ്സുകളിൽ കുത്തി നിറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി ഇവരുടെ മനസ്സുകളിലൊക്കെ ഇതിനെ ലാഘവത്വത്തോടെ കണ്ടു. അതത്ര പ്രശ്നമാണോ? അങ്ങനെയല്ലല്ലോ. ഒരാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, എനിക്കിപ്പോഴും ഉത്തരം കിട്ടുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. ഞാൻ കുടുങ്ങിയാൽ ഞാൻ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു.
വേറൊരു ചങ്ങായി പറഞ്ഞു. ഞാൻ പറയണത്, ഒരാശയം അങ്ങോട്ട് പടച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എത്തിപ്പെടുന്ന തലം എവിടെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവരുണ്ടാക്കി വെച്ച ഈ വാദം അതിങ്ങനെ വലുതായി ഒരു ചെക്കൻ പാട്ടിലൂടെ മടവൂർ പടച്ചോൻ തന്നെയാണ് എന്ന് പറയാൻ അവൻ്റെ മനസ്സ് പാകപ്പെട്ടതും അവനെ പ്രേരിപ്പിച്ചതും ഇവരുണ്ടാക്കി വെച്ച കുറേ ഘടകങ്ങൾ നിരന്തരമായി കേട്ടും വായിച്ചും മനസ്സിലാക്കിയതിൻ്റെയും തിക്തഫലം, അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണത്. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ തരത്തിലുള്ള വാദങ്ങൾ വന്നാൽ അതിൻ്റെ അവസാനം കൊണ്ടെത്തുക മഹാദുരന്തമായിരിക്കും. ആ ദുരന്തമുഖമാണ് നമ്മളിപ്പോൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള സമയം ഏകദേശം അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി നിരന്തരമായി പഠിക്കണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് വല്ലാത്ത വെയിറ്റുള്ളതാണ്. അതിൻ്റെ ഓരോ ഇസ്മുകൾക്കും ഓരോ സിഫത്തിനും വല്ലാത്ത ആശയവും അർത്ഥവ്യാപ്തിയുമുണ്ട്. അത് നമ്മുടെ കൽബിലേക്ക് എത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുകയും അവനോട് കൂടുതൽ നമ്മൾ ഇഴുകിച്ചേരുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പഠിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഓരോന്നിനെയും കൃത്യമായി വിശദീകരിച്ച് റസൂൽ പഠിപ്പിച്ചതുപോലെ, ഖുർആൻ വിശദീകരിച്ചതുപോലെ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, ഏതൊരാശയം ഖുർആനിൻ്റെ ആയത്തിൽ പറയുന്നുണ്ടോ, ഒരു ഹുക്മ ഖുർആൻ്റെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം പറഞ്ഞുകൊണ്ടോ രണ്ട് വിശേഷണം പറഞ്ഞുകൊണ്ടോ അവസാനിക്കുകയാണെങ്കിൽ അത്ഭുതമാണത്. കാരണം ആ വിശേഷണം ഏതാണോ അതിൻ്റെ വിശാലമായതായിരിക്കും ആയത്തിൻ്റെ മുന്നിൽ പറഞ്ഞ മൗളൂഅ് എന്ന് നമുക്ക് വളരെ ഗൗരവത്തോടുകൂടി വളരെ അത്ഭുതത്തോടെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അത്തരം വിഷയങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് ഞാൻ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് സമ്മേളനത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. ഈ തൗഹീദ് സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ജംഇയ്യത്തുൽ ഉലമാ അഹ്ലി സുന്നത്തി വൽ ജമാഅയുടെ ഈ സംഘം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പാതയൊരുക്കി കടന്നുപോയ ധാരാളം ആളുകളുണ്ട്. കണ്ണൂർ വെച്ച് ഇവിടെ നടക്കുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടന്ന ധാരാളം കാരണവന്മാരുണ്ട്. അതിൽ ഈ അടുത്ത ദിവസം മരണപ്പെട്ടതാണ് AP കുഞ്ഞബ്ദുള്ള ഹാജി. അദ്ദേഹം കടവത്തൂരല്ലേ, അദ്ദേഹം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ റമദാനിൽ അല്ലേ, അതിക്കൊക്കെ അവിടെ ഉണ്ട്, കഴിഞ്ഞ റമദാനിൽ മൂപ്പരെ കണ്ടുന്നു, സലാം പറഞ്ഞു. മൂപ്പരൊരു സ്വതക്ക നമുക്ക് തരികയും ചെയ്തു. മനാറുൽ അറബി കോളേജിന് വേണ്ടി ഹൈഫുൽ മറ്റ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയും ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞബ്ദുള്ള ഹാജി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പരിശോധിച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് ചുറ്റുഭാഗത്തുമൊക്കെയുള്ള തൗഹീദി ചലനങ്ങൾക്ക്, അതിൻ്റെ പള്ളികൾക്ക്, അതിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടാത്ത ആളുകളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയും അള്ളാഹു കൊടുത്തത് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദീനിൻ്റെ ദഅവത്തിനായി, അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനായി, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംഘത്തിനു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അള്ളാഹു നാളെ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടത്തെ മഗ്ഫിറത്തും മർഹമത്തും അതുപോലെ തന്നെ സ്വർഗീയ അനുഗ്രഹം കൊണ്ട് നിറക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മളെല്ലാവരും ദുആ ഇറക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് പറയുന്ന ആ പ്രാർത്ഥന കഴിഞ്ഞുപോയ മുഅ്മിനുകളായ കടന്നുപോയ ആളുകൾ അവർക്ക് വേണ്ടി ഓർക്കണം. ഈ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് പാതയൊരുക്കി തന്ന, അതിന് വെള്ളവും വളവും ഇട്ട് തന്ന
ധാരാളം ആളുകൾ അവരെല്ലാം ഓർക്കുകയും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.